ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യരാരും നമ്മെ സഹായിക്കുകയില്ല. ഒരു ബന്ധുക്കളും ആരും ഒരു വഴിയും ഇല്ല. നമുക്കൊരു വഴിയില്ല. ഒരൊറ്റ വഴിയുള്ളൂ, കർത്താവിലുള്ള ആശ്രയം. കർത്താവിൻ്റെ വചനം പറയാണ്, കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് കൊള്ളുന്നത് കഴുകനും പരുന്തുമൊക്കെ പറന്ന് വന്ന് കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വരുമ്പോഴാണ് താന് ഈ തള്ളക്കോഴി എന്ത് ചെയ്യുക, ഭയങ്കര പറന്ന് ബഹളമുണ്ടാക്കി അതിനെ ഒരു സൈഡിൽ ഓടിക്കുകയും ഭയപ്പെടുത്തുകയും മറു സൈഡിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെയാണ് ദൈവം ഈ നാളുകളിൽ നമ്മെയും ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന, ഹാനോക്കിനെ പോലെയുള്ള ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഹാനോക്കിനെ പോലെ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, യോഹന്നാനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മാർവിൽ ചാരി ഇരിക്കുന്നവരെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം അങ്ങനെയുള്ളവരെ കാണാനില്ല. മറ്റുള്ളവരെല്ലാവരെയും കാണാറുണ്ട്. ശുശ്രൂഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരെ കാണാറുണ്ട്, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ കാണാറുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ കാണാറുണ്ട്, പിന്നെ അവർ പല നിലവാരങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ അധ്വാനിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ദിനംപ്രതി നടക്കുന്നവരെ, ഞായറാഴ്ച ക്രിസ്ത്യാനികളെ ദൈവം കാണുന്നുണ്ട്, പിന്നെ വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നവരെ കാണാറുണ്ട്, ബൈബിൾ എടുത്തുകൊണ്ട് നാട്ടിലൊരിക്കൽ ഇങ്ങനെ നടക്കുന്നവരെയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഓരോ ദിനം പ്രതി ആ പാട്ടുകാരൻ പാടുന്ന ദിനവും യേശുവിൻ്റെ കൂടെ എന്ന പാട്ടൊക്കെ പാടുന്നത് പോലെ നമുക്ക് പാടാനൊക്കെ എളുപ്പമാണ്, പക്ഷേ നടക്കാൻ വലിയ പാടാണ്.